എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. നാടകത്തിൻ്റെ പിൻബലം മാത്രം കൈമുതലായുള്ള ഒരു കൂട്ടം കലാകാരന്മാരായിരുന്നു തുടക്കകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന സിനിമയുടെ ഈ വിശാല ലോകം. അവരോടൊപ്പം വിവിധ മേഖലകളിലെ കലാകാരന്മാർ കൂടി അണിനിരന്നപ്പോൾ മലയാള സിനിമയുടെ പ്രശസ്തി കടലും കടന്നുപോയി. 100-ാം വയസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ വിജയശില്പികൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലുകൾ, അവരുടെ കഥകൾ, ഇതിലേ വന്നവർ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം റിലീസായിട്ട് 88 വർഷം കഴിഞ്ഞു. 1938 ജനുവരി 19 ബാലൻ കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. അതിന് കാരണക്കാരനായത് തിരുവനന്തപുരം സ്വദേശിയായ എ സുന്ദരംപിള്ളയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട്, ഇപ്പോൾ ഹയാത്ത് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ 2 നില മാളികയുണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് അയ്യമ്പള്ളി പെരുമാൾ എന്നൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 7 മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ 32 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. 1925 ഡിസംബർ 25 തിരുവനന്തപുരത്ത് വെച്ചെടുത്തതാണ് ആ ഫോട്ടോ. ഇതിൽ ഈ പറയുന്ന സുന്ദരംപിള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാവേരിയുമുണ്ട്. ഇതേ ഫോട്ടോയിൽ 2 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ അവൻ്റെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അച്ഛൻ പിറകിൽ നിൽക്കുന്നുണ്ട്. ആ കൊച്ചു പയ്യനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലനിലെ ബാലനായി അഭിനയിച്ച മദനഗോപാൽ, ബാലൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച നടൻ, ഈ സുന്ദരംപിള്ളയുടെ സഹോദരിയുടെ മകൻ. ഇനി നമുക്ക് സുന്ദരംപിള്ളയിലേക്ക് തന്നെ തിരിച്ചു വരാം. 1924 അന്നത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്ത ശേഷം ജോലി തേടി സുന്ദരംപിള്ള സിലോണിലേക്ക് പോയി. അവിടെ ഒരു കപ്പൽ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ആ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മകൻ സിലോണിലെ ഒരു സ്റ്റുഡിയോയുടെ പാർട്ണറായിരുന്നു. ഏഷ്യയിലെ 2ാമത്തെ ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ. സുന്ദരംപിള്ള അവിടെ കയറിപ്പറ്റി. അവിടെ നിർമ്മിച്ചിരുന്ന ചില സിംഹള ചിത്രങ്ങളിൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ ഈ സുന്ദരംപിള്ളയാണ് ആദ്യമായി സിനിമാ രംഗത്തെത്തിയ മലയാളി. സിലോണിൽ വെച്ച് പരിചയപ്പെട്ട ചിലരുടെ സഹായത്തോടെ ഒരു മലയാള ചിത്രം നിർമ്മിക്കാനുള്ള ശ്രമം സുന്ദരംപിള്ള തുടങ്ങിയിരുന്നു. പക്ഷേ അതിൽ ചിലർ പിൻവാങ്ങിയപ്പോൾ നാട്ടിലുള്ള ആരെയെങ്കിലും പങ്കാളികളാക്കാം എന്ന ധാരണയിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി. ഈ സമയത്താണ് JC ഡാനിയേൽ വിഗതകുമാരൻ എന്ന സിനിമയുടെ പ്രാരംഭ ജോലികൾ ആരംഭിക്കുന്നത്. വിഗതകുമാരനോടൊപ്പവും ഒരു സുന്ദരംപിള്ള ഉണ്ടായിരുന്നു. അത് ഈ സുന്ദരംപിള്ള ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഡാനിയേലിൻ്റെ സിനിമയുടെ 2 ഷെഡ്യൂൾ സിലോണിൽ വെച്ചായിരുന്നു. ഒരുപക്ഷെ ഈ സുന്ദരംപിള്ളയുടെ സിലോൺ കണക്ഷൻ വഴി വന്നതാകാനും സാധ്യതയുണ്ട്. ആദ്യത്തെ മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ലാഭത്തെക്കുറിച്ച് സുന്ദരംപിള്ള പലരോടും പറഞ്ഞിട്ടും അദ്ദേഹത്തെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം മദിരാശിയിലേക്ക് പോകുന്നത്. റോയ്പേട്ടയിലെ പൈക്രോസ് റോഡിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ ഒരു മലയാളി സമാജം തുടങ്ങി. സമീപത്തുള്ള ചായക്കടയിലും മറ്റും ജോലി ചെയ്യുന്നവരെ അംഗങ്ങളാക്കിയ ശേഷം അദ്ദേഹം മറ്റൊരു ബോർഡ് കൂടി അവിടെ സ്ഥാപിച്ചു, കൈരളി ടാക്കി ഫിലിംസ്. ആയിടെ പത്രത്തിൽ കണ്ട ഒരു സംഭവകഥ സുന്ദരംപിള്ള തിരക്കഥയാക്കി മാറ്റി. വിധിയും മിസ്സിസ് നായരും എന്ന് പേരുമിട്ടു. തൻ്റെ കൈവശം ഒരു മലയാള ചിത്രത്തിനുള്ള തിരക്കഥയുണ്ട് എന്ന് കാണിച്ച് തമിഴ്നാട്ടിലെ എല്ലാ നിർമ്മാതാക്കൾക്കും സുന്ദരംപിള്ള കത്തയച്ചു. ഇതിനടുത്ത ദിവസം തന്നെ താരങ്ങളെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യവും അന്നത്തെ ഹിന്ദു പത്രത്തിൽ കൊടുത്തു. സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലും പ്രതികരിക്കും എന്ന ധാരണയിലായിരുന്നു അത്. പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഒരിക്കൽ ആലപ്പി വിൻസെൻ്റ് ഒരു ലേഖനത്തിൽ ഇപ്രകാരം എഴുതി: മദ്രാസിലെ ഒരു തെരുവിലെ ഒരു കൊച്ചുമുറിയിൽ ഒരു തമിഴ് മലയാളിയുടെ ഭാവനയിൽ ഏതാനും പാവപ്പെട്ട കാപ്പി വിൽപ്പനക്കാരുടെ ചില്ലിക്കാശുകൊണ്ട് രൂപം കൊണ്ടതാണ് ആദ്യത്തെ മലയാള സിനിമ. കടലാസിൽ മാത്രം നിലനിന്ന ഒരു മലയാളി അസോസിയേഷൻ കടം പറഞ്ഞ് ടൈപ്പ് ചെയ്യിപ്പിച്ചയച്ച കത്തിന് TR സുന്ദരം വിശ്വസിച്ച് അയച്ച മറുപടിയാണ് ബാലൻ എന്ന സിനിമയുടെ തറക്കല്ല്. മോഡേൺ തിയേറ്റേഴ്സ് ബാലൻ എന്ന സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നതും
അവിടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന കഥകൾ വിവരിക്കുന്ന CON നമ്പ്യാരുടെ ഡയറി കുറിപ്പുകളെക്കുറിച്ചും വരുന്ന എപ്പിസോഡുകളിൽ പറയാം. 1937 ഓഗസ്റ്റ് 17 ബാലൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. മലയാള വർഷം 1113 ചിങ്ങം 1. നിർമ്മാതാവ് TR സുന്ദരമാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഈ സമയം സുന്ദരംപിള്ളയുടെ ഭാര്യ കാവേരി അസുഖം ബാധിച്ച് മരിച്ചുപോയിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുന്ദരംപിള്ള തൻ്റെ 2 മക്കളെയും കൊണ്ടുവന്നിരുന്നു. 1113 ചിങ്ങം 27, അതായത് 12/9/1937 മോഡേൺ തിയേറ്റേഴ്സിൽ ഒരു സംഭവമുണ്ടായി. CON നമ്പ്യാരുടെ ഡയറിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഇന്ന് മലയാളി സദനത്തിൽ ഒരു വിപ്ലവം നടന്നു. ബാലൻ സിനിമയിൽ അഭിനയിക്കാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന കുഞ്ഞമ്മു എന്ന നടിയുമായി സുന്ദരംപിള്ള ഒളിച്ചോടിപ്പോയി. കൂടെ സുന്ദരംപിള്ളയുടെ 2 മക്കളെയും കൊണ്ടുപോയി. അങ്ങനെ TR സുന്ദരം സിനിമയുടെ നിർമ്മാണം നിർത്തിവെച്ചു. പക്ഷേ ആലപ്പി വിൻസെൻ്റ്, KK അരൂർ, MV ശങ്കു തുടങ്ങി ആ സിനിമയിൽ അഭിനയിച്ച പലരുടെയും അഭ്യർത്ഥന പ്രകാരം മോഡേൺ തിയേറ്റേഴ്സിൽ എഡിറ്ററായി ജോലി ചെയ്തിരുന്ന ഷെബാക്രാം തെച്ച്കാന്ത് നൊട്ടാണിക്ക് ബാലൻ്റെ സംവിധാന ചുമതല നൽകുകയും ആലപ്പി വിൻസെൻ്റിൻ്റെ സഹോദരനും അക്കാലത്തെ പ്രശസ്ത നാടക നടനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ നാടക ക്യാമ്പിൽ നിന്ന് MK കമലം എന്ന നടിയെ വിളിച്ചുകൊണ്ടുവരികയും അവർ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ നായികയാവുകയും ചെയ്തു. സുന്ദരംപിള്ള കുഞ്ഞമ്മുവിനെ വിവാഹം കഴിച്ചതായി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് പലർക്കും അറിയാം. ആദ്യ ഭാര്യയിലെ പെൺകുട്ടി മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയി എന്ന് മദനഗോപാലിൽ നിന്നറിഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മുത്തമ്മാൾ ഓർമ്മിക്കുന്നു. സുന്ദരംപിള്ളയുടെ മരണത്തോടെ അനാഥനായ മകനെ രാജ എന്ന് വിളിക്കുന്ന മദനഗോപാലിൻ്റെ സഹോദരൻ എടുത്തുകൊണ്ടുപോയി വളർത്തി. പക്ഷേ അനാരോഗ്യം മൂലം ആ കുട്ടിയും മരിച്ചു. അങ്ങനെ സുന്ദരംപിള്ളയുടെ കുടുംബം ഇല്ലാതായി. ബാലൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 1935 രാധാ കല്യാണം എന്ന ഒരു തമിഴ് ചിത്രത്തിൽ സുന്ദരംപിള്ള സഹസംവിധായകനായിരുന്നുവെന്നും മദനഗോപാൽ അതിൽ അഭിനയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. സുന്ദരംപിള്ളയുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്: തിരുവനന്തപുരം സ്വദേശിയായ സുന്ദരംപിള്ള കാരണമാണ് ബാലൻ എന്ന ആദ്യ മലയാള ശബ്ദചിത്രം പുറത്തു വന്നത്. അടുത്ത എപ്പിസോഡിൽ ബാലൻ്റെ നിർമ്മാതാവായ TR സുന്ദരത്തെക്കുറിച്ച് പറയാം. നമസ്കാരം.